നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 390. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 390. ചതുർത്ഥ സ്കന്ധത്തിൽ 18-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. അസ്മിൻ ലോകേ അഥവാ ഉഷ്മിൻ മുനിഭിസ്തദ്വദർശിഭി ദൃഷ്ടായോഗ പ്രയുക്താശ്ച പുംസാം ശ്രേയപ്രസിദ്ധയേ. അപ്പോൾ ഈ ലോകത്തിലും പരലോകത്തിലും പുമാന്മാരുടെ ശ്രേയസ്സിൻ്റെ പ്രാപ്തിക്കായിക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്? ശ്രേയസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അത് ധനാഗമനത്തിലല്ല, വിദ്യാതൽപരന്മാരായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വിദ്യയിൽ കൂടെ നേടാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല ജീവിതത്തിൽ. അതാണ്, വിദ്യ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. വിദ്യ ഇല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ശ്രേയസ്സിൻ്റെ പ്രാപ്തിക്കായിക്കൊണ്ട് പരമാർത്ഥം കണ്ടിരിക്കുന്ന, അതാണ് തത്വദർശികൾ എന്ന് പറഞ്ഞാൽ എന്താ? പരമാർത്ഥത്തെ അറിഞ്ഞ ആൾക്കാർ. എന്താ പരമാർത്ഥം? ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള അറിവ് തന്നെ. അഹം ബ്രഹ്മാസ്മി. അപ്പോൾ പറയുന്നു, മുനികളാൽ ഉപായങ്ങൾ കാണപ്പെട്ടിരിക്കുന്നു. മുനികൾ, ഋഷീശ്വരന്മാർ അതിനുള്ള ഉപായങ്ങൾ എന്താണെന്നാ പറയുക, കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ മുനികളാൽ ഉപായങ്ങൾ കാണപ്പെട്ടിരിക്കുന്നു, ഉപയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതായത് കാണപ്പെട്ടാൽ മാത്രം പോരാ, ഉപയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അതാണ് ധാർമ്മികമായിട്ടുള്ള വശം. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. പറവാനായി സമ്മതം ഭഗവാൻ നൽകിയെന്നറിഞ്ഞ ഭൂമിദേവി പറയുന്നു. അതായത് ഭൂമിദേവിയും എന്താണ് പറയുക, ശ്രീമൻ നാരായണൻ്റെ അവതാരമായിട്ടുള്ള പൃഥുചക്രവർത്തിയും കൂടിയിട്ടുള്ള സംവാദമാണ്. അപ്പോൾ ഒരാൾക്ക് പരാതി പറയണമെങ്കിൽ കേൾക്കാനുള്ള തയ്യാറുള്ളവരോടെ പറയാൻ പാടുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. പറവാനായി സമ്മതം ഭഗവാൻ നൽകി എന്നറിഞ്ഞ ഭൂമിദേവി പറഞ്ഞു എന്നാണ്. ഇതൊക്കെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അവശ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ ലോകത്തിലും പരലോകത്തിലും ജനങ്ങൾക്ക് ശ്രേയസ്സിനെ സമ്പാദിപ്പാൻ ഉപകരിക്കുന്ന മാർഗങ്ങളെ തത്വജ്ഞന്മാരായ മുനിമാർ കണ്ടുപിടിക്കുകയും ഉപയോഗിച്ച് ഫലം അറിയുകയും ചെയ്തിരിക്കുന്നു. അതാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്, അവരുടെ ജീവിത പരിചയത്തിന്. അതല്ലാത്തത് വേറൊന്നും നിലനിൽക്കില്ല. അങ്ങനെയുണ്ട്. ഇനി 4-ാമത്തെ ശ്ലോകം. താൻ അധിഷ്ഠതി യ സമ്യക് ഉപായാൻ പൂർവദർശിതാൻ. നമ്മുടെ മുമ്പിലുള്ളവരെ കണ്ടിട്ടുണ്ട്. ആ വഴി കൂടെ നമ്മൾ നടക്കാവൂന്നാണ് പറഞ്ഞതേ. അവര ശ്രദ്ധയോ ഭേദ ഉപേയാൻ വിന്ദതേ അഞ്ജസാം. അപ്പോൾ പറയണു, ഇപ്പോഴുള്ള യാതൊരുവൻ പൂർവന്മാരാൽ കാട്ടിക്കൊടുക്കപ്പെട്ട, നമ്മുടെ പൂർവികന്മാർ കാണിക്കപ്പെട്ടു തന്ന ആ ഉപായങ്ങളെ അനുഷ്ഠിക്കുന്നുവോ? അനുഷ്ഠിക്കണം വിശ്വാസത്തോടുകൂടി. എങ്ങനെ? പരമമായ വിശ്വാസത്തോടു കൂടിയവൻ ആയാസം കൂടാതെ, യാതൊരു പ്രശ്നവുമില്ലാതെ കണ്ട് ഫലങ്ങളെ പ്രാപിക്കുന്നു എന്നാ. പ്രവർത്തിക്കാണ്ട ഫലങ്ങൾ എങ്ങനെ കിട്ടുക? ഇപ്പം നമ്മൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ ലോട്ടറി ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ തെറ്റുപറ്റി. ഭാഗ്യക്കുറിയുടെ കാശ് പോയി എന്നല്ലാണ്ട്, ഭാഗ്യക്കുറിയുടെയും പുഷ്പാഞ്ജലിയും കാശ് പോയി. കാരണം ഭാഗ്യം ഉണ്ടാവണമെങ്കിൽ
പിന്നെ വ്യവസായം ചെയ്യണം. എന്താ വ്യവസായം എന്ന് പറഞ്ഞാൽ അവരവർക്ക് അറിയുന്ന പ്രവൃത്തി ചെയ്യണം. അപ്പോൾ പ്രവൃത്തി ചെയ്യണമെങ്കിൽ വ്യായാമം ചെയ്ത് പരിചയം വേണം. എക്സ്പീരിയൻസ് മേക്ക് ഹാബിറ്റ് എന്നാ പറയാം. അപ്പം ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയാം. ഇന്നുള്ള യാതൊരുവൻ പൂർവന്മാർ നിശ്ചയിച്ചിരിക്കുന്ന ആ ഉപായങ്ങളെ വേണ്ടതുപോലെ അനുസരിച്ചും വിശ്വാസപൂർവം പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്നുവോ അവൻ പ്രയാസം കൂടാതെ തന്നെ ഫലങ്ങളെ പ്രാപിക്കുന്നു എന്നാണ്. ഇവിടെയാണ് നമ്മൾ പരമമായിട്ടുള്ള വിശ്വാസം അർപ്പിക്കേണ്ടത്. 359 എന്താ പറയുക, പ്രയോഗശാസ്ത്രം, പ്രയോഗം. ഇനി 5-ാമത്തെ ശ്ലോകം. താൻ അനാദൃത്യ യോ വിദ്വാൻ അർത്ഥാൻ അരഭതേ സ്വയം തസ്യ വ്യഭിചരന്ത്യർത്ഥ്യ ആരബ്ധാശ്ച പുനഃ പുനഃ. എന്താ അർത്ഥം? അറിവുള്ള യാതൊരുവൻ അവയെ ആദരിക്കാതെ, അനാദൃത്യ എന്നാണ്, അനാദൃത്യ അവയെ ആദരിക്കാതെ ഇരുന്നാൽ, പൂർവികർ പറഞ്ഞ വഴിയെ ആദരിക്കാണ്ടിരുന്നാൽ നരകം ഫലം നടത്തായി. അപ്പോൾ ഉപായങ്ങളെ സ്വയം തന്നെ ആരംഭിക്കപ്പെട്ട അവൻ്റെ ഉപായങ്ങൾ പിന്നെയും അഫലങ്ങളാകുന്നു. ഈ വ്യഭിചരന്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്യഭിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥവത്തല്ലാത്തതെന്നേ അർത്ഥമുള്ളൂ. അല്ലാണ്ട് സ്ത്രീകൾ ചെയ്യണതോ പുരുഷന്മാർ ചെയ്യണതോ എന്നുള്ളതില്ല അവിടെ. സംസ്കൃതം വാക്കുകൾ അളന്നു കുറിച്ചിട്ടുള്ളതാണ്. അതിനും പറയാം, അത്രയേ ഉള്ളൂ, അതിനും പറയാം. അപ്പോൾ ഭാഗവതത്തെ വ്യഭിചരിക്കരുത് എന്ന് മൂലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താ അർത്ഥം? ഭാഗവതത്തെ ഫലമല്ലാത്തതാക്കി തീർക്കരുത് എന്നാണ്. ഫലത്തിന് വേണ്ടിയിട്ട് ഭാഗവതം ഉപയോഗിക്കൂ. എന്താ ഫലം? മുമുക്ഷുത്വം, കാശുണ്ടാക്കാനുള്ളതല്ല എന്നർത്ഥം. ഇത്രയും ട്രാൻസ്പാരൻ്റ് വൈറ്റ് ധവളപത്രമാണ് ഭാഗവതം. ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല, എല്ലാം തുറന്നു പറയുന്നുണ്ട്. ഇനി അതിൻ്റെ എന്താ പറയുക, അഫലങ്ങളാകുന്നു. അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. പൂർവോപായങ്ങളെ അറിഞ്ഞിരുന്നിട്ടും, നമ്മുടെ പൂർവികർ നല്ല വഴിക്ക് സഞ്ചരിച്ചിട്ട് മോക്ഷം നേടിയിട്ടുള്ള കഥകൾ അറിഞ്ഞിട്ടും നമ്മൾ അതിന് മുതിരാതെ കണ്ടിരിക്കുന്നത് അക്ഷന്തവ്യമായ ക്രിമിനൽ കുറ്റാണ്. നേരാവാൻ സംഗതി ഉണ്ടായിട്ടും നേരാവാതെ കണ്ടിരിക്കുന്നത്. അപ്പോൾ പൂർവ്വ ഉപായങ്ങളെ അറിഞ്ഞിരുന്നിട്ടും അവയെ ആദരിക്കാതെ താൻ തന്നെ പുതിയ മാർഗങ്ങളെ സൃഷ്ടിപ്പാൻ ഭാവിക്കുന്നവൻ്റെ പ്രയത്നം പലപ്പോഴും നിഷ്ഫലങ്ങളായി വരുന്നു. ഈ രാഷ്ട്രീയത്തിൽ പരാജയം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രബോധമില്ലാത്ത രാഷ്ട്രീയമാണ്. രാഷ്ട്രബോധമുള്ള രാഷ്ട്രീയം വിജയിക്കുകയും ചെയ്യും. അവിടെയാണ്. അപ്പോൾ ദുഷ്ടഫലങ്ങളായ ഉപായങ്ങളിരിക്കെ, കണ്ണിൻ്റെ മുമ്പിൽ സഫലങ്ങളായ ഉപായങ്ങളിരിക്കെ അദൃഷ്ടഫലങ്ങളായ ഉപായങ്ങളെ അന്വേഷിപ്പാനുള്ള ക്ലേശം പരിഹരിക്കത്തക്കതാണെന്നുള്ള ന്യായത്തെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഇതൊക്കെ പഠിച്ചാണ്ടല്ലോ ആനന്ദം പരമാനന്ദമാണ്. ഇനി 6-ാമത്തെ ശ്ലോകം. പുരാസൃഷ്ട, പണ്ട് സൃഷ്ടിച്ചത്, പുരാസൃഷ്ട ഹി ഔഷധയോ ബ്രഹ്മണ യാവിഷാം പദേ ഭുജ്യമാന മയാ ദൃഷ്ട അസൽഭിരധൃതവ്രതൈഃ. ഹേ രാജാവേ, യാതൊരു യാതൊരു മരുന്നുകൾ ബ്രഹ്മാവിനാൽ പണ്ട് സൃഷ്ടിക്കപ്പെട്ടുവോ അവ വ്രതഹീനന്മാരായ അസത്തുക്കളാൽ ഭുജിക്കപ്പെടുന്നവയായിട്ട് എന്നാൽ കാണപ്പെട്ടു എന്നാണ്. അത് മാർക്ക് ചെയ്യണം. ഏതാ? 359. 358 359 2 പേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പേജും ഇമ്പോർട്ടൻ്റ് ആണ്.
പക്ഷെ നമ്മൾക്ക് ജസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? ഹേ രാജാവേ, ഇഹലോകത്തിലെ ശ്രേയസ്സിന് ഉപകരിക്കുവാനായിട്ട്, ഇഹം ഇവിടെ, പരലോകം അവിടെ, അർത്ഥം പറയാം. അപ്പം ഇഹലോകത്തിലെ ശ്രേയസ്സിന് ഉപകരിക്കുവാനായിട്ട് പണ്ട് ബ്രഹ്മദേവൻ വ്രീഹി, യവം, ഗോതമ്പ് യവം എന്നുള്ളതാണ്, മുതലായ ബീജങ്ങളെ എന്നിൽ സമർപ്പിച്ചിരിക്കുന്നതിനെ ശാസ്ത്രമര്യാദകളെ അതിക്രമിച്ച് നടക്കുന്ന അസത്തുക്കൾ ഇച്ഛപ്രകാരം അനുഭവിപ്പാൻ ആരംഭിച്ചതിനെ ഞാൻ കണ്ടറിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? ഭൂമിദേവി ചിലത് ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ ആർക്കും കിട്ടാതെ ഉണ്ടായി. അതിൽ ദേഷ്യം വന്നിട്ടാണ് പിന്നെ ഈ പൃഥു ചക്രവർത്തി ഭൂമിയെ സമതലാക്കിയിട്ട് കൃഷി ചെയ്യാൻ ആഹ്വാനം ചെയ്യാണ്. വിത്ത് തരുന്നത് ഭൂമിദേവിയാണ്. ഇനി അവിടേക്കാണ് കഥ പോവുക. അപ്പോൾ 7ാമത്തെ ശ്ലോകം, അപാലിദാനാധൃത, പാലിക്കപ്പെട്ടില്ല, വേണ്ടത് മാതിരി പാലിക്കപ്പെട്ടില്ല. ച ഭവദ്ഭിർലോകപാലകൈ ചൗരീഭൂതേ, ശൗരീഭൂതേ എന്നട്ടോ അർത്ഥം, ശൗരീഭൂതേ അധലോകേ അഹം യജ്ഞാർത്ഥേ അഗ്രസമോഷതി, യജ്ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തരാം, കച്ചവടത്തിന് വേണ്ടിയിട്ട് വേണ്ട എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ വാക്കാർത്ഥാണ് പറഞ്ഞത്. എന്താ? ലോകത്തെ പാലിക്കുന്ന ഭവാന്മാരാൽ പാലിക്കപ്പെടാത്തവളും, അതാണ് പാലിക്കപ്പെടാത്തവളും ആദരിക്കപ്പെടാത്തവളുമായ ഞാൻ പിന്നെ ലോകം ചോരപ്രായമായപ്പോൾ, ചൗരി തന്നെയാണ് ചോരപ്രായം, കള്ളത്തരം ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ. ശൗരി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ എന്നർത്ഥം വരും, ശൗര്യത ഉള്ളവനെന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ ചോരപ്രായമായപ്പോൾ, കളവ് തുടങ്ങിയപ്പോൾ യജ്ഞത്തിനായിക്കൊണ്ട് ഔഷധികളെ ഉള്ളിലടക്കി എല്ലാം നശിപ്പിച്ചാൽ പിന്നെ യജ്ഞങ്ങൾ യാഗങ്ങൾ എങ്ങനെയാണ് നടത്തുക? അപ്പോൾ ബുദ്ധി സാമർഥ്യം കൊണ്ടാണ് ഭൂമിദേവി അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. അങ്ങയെ പോലെയുള്ള ലോകപാലന്മാർ ഇല്ലാതിരുന്നതിനാൽ കൃഷിയാദി വ്യാപാരങ്ങളെ കൊണ്ട് പ്രജകളെ അഭിവൃദ്ധിപ്പെടുത്താതെയും യജ്ഞാദി കർമ്മങ്ങളെ കൊണ്ട് ദേവന്മാരെ ആദരിക്കാതെയുമായപ്പോൾ ലോകത്തിൽ കള്ളന്മാർ മുതലായവർ വർദ്ധിച്ചു വന്നു. നല്ലൊരു പാലകൻ ഉണ്ടായി വരുന്ന കാലത്ത് യജ്ഞാദി കർമ്മങ്ങൾക്ക് ഉപകാരമായി വരേണ്ടതിനു വേണ്ടി വിരീഹ്യാദികളെ, അതായത് ഗോതമ്പ് മുതലായുള്ള നവധാന്യങ്ങളെയൊക്കെ ബീജങ്ങളെ നിശേഷം നശിപ്പിക്കുവാൻ അനുവദിക്കാതെ ശേഷിച്ചവയെ ഞാൻ ഉള്ളിൽ അടക്കി വച്ചിരിക്കുന്നു. അതാണ് ഒരു പുതിയൊരു സസ്യം ഭൂലോകത്ത് ഉണ്ടാവും. എങ്ങനെ? ഇടിവെട്ടുമ്പോൾ ഭൂമിയിൽ അവിടെ ഇവിടെയൊക്കെ പിളർപ്പ് വരും. അങ്ങനെ വരുമ്പോൾ പുതിയ ഇനം സസ്യങ്ങളൊക്കെ കാണാൻ പറ്റും. 8ാമത്തെ ശ്ലോകം, നൂനം വീരുധ ക്ഷീണാമയി കാലേന ഭൂയസാ തത്ര യോഗേന ദൃഷ്ടേന ഭവാൻ അതാതുമർഹതി അർഹിക്കുന്നത് പോലെ ഞാൻ തരാം. നിങ്ങൾ അതിനുള്ള ചട്ടം കൂട്ടിക്കോളൂ. അവ പറഞ്ഞു, ആ ബീജങ്ങൾ അധിക കാലം കൊണ്ട് എന്നിൽ ക്ഷയിച്ചിരിക്കുന്നു, അതായത് പുഷ്ടിയായിട്ടില്ല. അതിൽ പ്രസിദ്ധമായ ഉപായത്താൽ സ്വീകരിപ്പാനായിക്കൊണ്ട് അങ്ങ് യോഗ്യനാകുന്നു. എൻ്റെ ഉള്ളിലുള്ള വിത്തുകൾ സ്വീകരിക്കാൻ അങ്ങ് തയ്യാറായാൽ ഞാൻ തരാം. കാലാകാലമായിട്ട് കൃഷി ചെയ്ത ആൾക്കാർ ജീവിക്കട്ടെ എന്നാണ് ഭൂമിദേവി പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥത്തിൽ, എന്നാൽ പാലകനായ ഞാൻ വന്നിരിക്കെ എന്തുകൊണ്ടാണ് വിട്ടുതരാത്തതെന്ന് വിചാരിച്ചു കോപിക്കേണ്ട. ബഹുകാലമായിട്ട് എന്നിൽ അന്തർഭവിച്ചിരിക്കുന്ന ആ ബീജങ്ങൾ മിക്കതും ലയിച്ചു പോയിരിക്കുന്നു, ദ്രവിച്ചു പോയിട്ടുണ്ട്. നിശ്ചയം അവയെ പുറത്തേക്ക് വരുത്താൻ സാധിക്കുന്ന സുപ്രസിദ്ധമായ ഉപായത്തെ ഉപയോഗിച്ചിട്ട് എടുക്കുവാൻ അങ്ങ് യോഗ്യനാകുന്നു. അങ്ങ് മാത്രം യോഗ്യൻ, ബാക്കിയുള്ളവർ യോഗ്യന്മാരല്ല. യോഗ്യന്മാർക്ക് ഞാൻ തരും, അയോഗ്യന്മാർക്ക് ഞാൻ കൊടുക്കില്ല. എന്താ ട്രാൻസ്പാരൻ്റ്
സബ്ജക്റ്റ് ഇത് അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇനി 9ഉം 10ഉം ശ്ലോകം ഒപ്പം പോവും. അതെങ്ങനെയാണ്? വത്സം കൽപ്പയമേ വീര. അതാത് സാധനങ്ങൾക്ക് ഒരു കുട്ടീനെ വത്സം കൽപ്പിക്കും. ഒരു പാത്രം എടുത്തോളൂ, അതാത് സാധനങ്ങൾ എന്നിൽ നിന്ന് കറന്നെടുത്തോളൂ എന്നാണ്. വത്സം കൽപ്പയമേ വീര ഏനാഹം വത്സലാതവ ദോക്ഷ്യേ ക്ഷീരമയാൻ കാമാൻ അനുരൂപം ച ദോഹനം. അനുരൂപം, ദോഹനം ചെയ്യാൻ അനുരൂപമായിട്ട് വേണമെന്നാണ്. അതിൻ്റെ ഇനി 10ാമത്തെ ശ്ലോകം പറഞ്ഞു. ദോഗ്ധാരം, കർന്നെടുത്തതിൻ്റെ ശേഷം ച മഹാബാഹോ ഭൂതാനാം ഭൂതഭാവനാം അന്നം ഈപ്സിതുമൂർജസ്വൽ ഭഗവാൻ വാഞ്ചതേയതി. അന്നമാണ് ജീവന് ഊർജത്തെ കൊടുക്കുന്നത്. അന്നം ബ്രഹ്മാണെന്ന് മനസ്സിലാക്കും വേണം. അതുകൊണ്ടാണ് അന്നം ശേഷിക്കരുത് എന്ന് പറയും. അന്നം ശേഷിക്കരുത്. അന്നം ശേഷിച്ചാൽ പാപമാണ്. അന്നം വൃഥാ കളഞ്ഞാൽ പാപമാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു പ്രസിദ്ധനായിട്ടുള്ളൊരു തിരുമേനി അമ്പലങ്ങളിൽ വാരങ്ങൾക്കൊക്കെ ചോറ് വിളമ്പും. അതേമാതിരി മനകളിൽ നമ്പൂതിരി ഇല്ലങ്ങളിലൊക്കെ കല്യാണത്തിന്, അതേമാതിരി ഉപനയനാദി കർമ്മങ്ങൾക്ക്, മരിച്ച സംസ്കാരാദി കർമ്മങ്ങൾക്കൊക്കെ സദ്യക്ക് ചോറ് വിളമ്പും. അപ്പോൾ അദ്ദേഹം ഓരോരുത്തരുടെ മുമ്പിലും കുമ്പിട്ട ചോറ് വിളമ്പുമ്പോൾ പറയും, ശേഷിക്കരുത് ശേഷിക്കരുത് എന്ന്. അപ്പോൾ ആൾക്കാർക്കതൊരു തമാശയായി. പക്ഷേ അദ്ദേഹം എത്ര വലിയൊരു വേദാന്ത സത്യമാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യരുത് മക്കളെ, അന്നം കളയരുത്. അതാണ് അദ്ദേഹം വിചാരിച്ചിട്ടുള്ളത്. അതന്നെയാണ് ഇവിടെ ഭൂമിദേവിയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെ വരിക? ഭൂതങ്ങളുടെ പാലക. ഭഗവാൻ ഭൂതങ്ങളെ എങ്ങനെ പാലിക്കണത്? അവരവരുടെ ഹൃദയപത്മത്തിൽ ഇരുന്നു കൊണ്ട്. അപ്പോഴല്ലേ ഒരു നായ വരുന്നുണ്ടെങ്കിൽ ഒരു കല്ല് കരുതുന്നത് നല്ലതാണ് എന്ന് നമുക്ക് തോന്നില്ലേ? അല്ലെങ്കിൽ ഒരു വടി, കുറുവടി. പരമശമുണ്ടോ? ആന വരുമ്പോൾ ഒതുങ്ങി നിൽക്കണം എന്നുള്ള ഇത് പ്രേരണ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഉള്ളിൽ നിന്ന്. തേനീച്ച കടന്നൽ കൂടുള്ള സ്ഥലത്ത് കൂടെ പോരുത്, അത് ഇളയാൻ നമ്മുടെ ജീവന് നാശം വരുന്നുള്ള ബോധം എങ്ങനെയാണ് വരുന്നത്? ഉള്ളിൽ നിന്ന്. മഴ വരുമ്പോൾ ഓടി ഒരു തണലത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഉമ്മറത്തോ പടിപ്പരയിലോ എവിടെയൊക്കെ കയറി നിൽക്കാം എന്ന് ധാരണ എവിടെ നിന്നാണ് ഉണ്ടാവണത്? ഓട്ടത്തിന് സ്പീഡ് പോരാന്ന് എങ്ങനെയാണ് തോന്നണത്? ഒക്കെ മനസ്സിലുള്ള ഈശ്വരൻ പറഞ്ഞു തരും. അപ്പോൾ ഭുവനങ്ങളുടെ പാലക, ഭൂതങ്ങളുടെ പാലക, മഹത്തുക്കളായ കൈകളോട് കൂടിയവനെ, മഹത്തുക്കളായ കൈകളോട് കൂടിയവനെ. കാരണം അനുഗ്രഹിക്കുന്ന കൈ കൊണ്ട് തന്നെയാണ് ശിക്ഷിക്കുക, ശിക്ഷിക്കുന്ന കൈ കൊണ്ട് തന്നെയാണ് അനുഗ്രഹിക്കുക. ഇതിൻ്റെ രണ്ടിനും കയ്യിൽ ബലം വേണം. ശൂര, പ്രാണികൾക്ക് ഹിതകരവും, പ്രാണികൾക്ക് മമതല്ല ഹിതകരവും ബലാവഹവും ആയിരിക്കുന്ന അന്നത്തെ ഭഗവാന്റെ അവതാരമായ ഭവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് വത്സനെയും ദോഹനം ചെയ്യുവാനുള്ള കർത്താവിനെയും സമുചിതമായ പാത്രത്തെയും നിശ്ചയിച്ചാലും. 3 കാര്യങ്ങൾ. ഒന്ന്, സമുചിതമായ പാത്രം, അത് കറന്നെടുക്കാൻ വൈദഗ്ധ്യമുള്ള ഒരാൾ. വത്സൻ, ആരാണ് കുട്ടിയായിട്ട് എൻ്റെ വീട്ടിൽ കുടിക്കുക, അപ്പോഴല്ലേ എനിക്ക് ചുരത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. യാതൊന്നിനാൽ വത്സവതിയായ ഞാൻ അങ്ങയ്ക്ക് ആഗ്രഹിച്ച വസ്തുക്കളെ ക്ഷീരാത്മകങ്ങളായിട്ട് പൂർണ്ണമാക്കി തീർക്കുന്നേൻ. പൂർണ്ണമാണ്. ഭൂമിദേവിയെ സംരക്ഷിച്ച ഭൂമിദേവി നമ്മളെ സംരക്ഷിക്കുന്ന. വേറൊരു പ്രോബ്ലമുണ്ട്, പെണ്ണും മണ്ണും നോക്കുന്ന കൂട്ടത്തിലാണെന്ന് പറയും. നോക്കുന്ന കൂട്ടത്തിൽ എങ്ങനെയാണ് സ്ത്രീകളെയും മണ്ണിനെയും സ്നേഹിക്കുന്നത്, അതേപോലെ അവർ നമ്മളെ സ്നേഹിക്കും, സഹകരിക്കും. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അതെങ്ങനെ? ഉപായം ഇന്നതാണെന്ന് പറയുന്നു. എന്താണ്? സകല പ്രാണികളെയും സംരക്ഷിപ്പാൻ സമർത്ഥനായിരിക്കുന്ന ഹേ മഹാഭാഗോ, വീര, പ്രാണിവർഗങ്ങൾക്ക് ആരോഗ്യത്തെയും സൗഖ്യത്തെയും ജനിപ്പിക്കുന്ന അന്നത്തെ
അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗോരൂപിണിയായ എനിക്ക് ഒരു വത്സനെയും കുടിപ്പാനുള്ള കുട്ടി, കറക്കുവാനുള്ള ആളെയും കറക്കുവാനുള്ള പാത്രത്തെയും നിശ്ചയിക്കുക. എന്നാൽ ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്ന അന്നാദി വസ്തുക്കളെ ക്ഷീരസ്വരൂപത്തിൽ പാത്രം നിറച്ചുകൊള്ളാം. ഒരു ഗ്യാരണ്ടിയാണ്, തർക്കമറ്റ വിഷയമാണ്. 11 സമാം ച ഗുരുമാം രാജൻ ദേവവൃഷ്ടം യഥാപയാം അഭർത്താവ വിഭദ്രന്തേ ഉപാവർത്തേത മേ വിഭൂ. ഹേ രാജാവായിരിക്കുന്ന പ്രഭോ, ദേവവൃഷ്ടം പയ, ദേവനാൽ വർഷിക്കപ്പെട്ട ജലം. ഈ ഭൂമിയിലുള്ള ജലം എങ്ങനെയാണ്? ഈശ്വരനാൽ, സൂര്യനാൽ സംഭരിച്ചു വെച്ചിട്ടുള്ളതാണ്. എങ്ങനെ? സൂര്യകിരണങ്ങളെ കൊണ്ട് ജലാശയത്തിലുള്ള ജലത്തെ നീരാവിയാക്കി ആകാശത്തിലെത്തിച്ച് അതിനെ കാർമേഘമാക്കി കാറ്റിൻ്റെ സഹായത്തോടുകൂടി അങ്ങും ചിന്നിച്ചെതിറിപ്പിക്കുമ്പോൾ കൂട്ടിമുട്ടുമ്പോഴാണ് മേഘവിസ്ഫോടനം നടക്കുന്നത്. അപ്പോഴാണ് മഴ വരുന്നത്. പക്ഷേ അവിടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആക്ഷൻ ഉണ്ട്. എന്താ ആക്ഷൻ? കരയിൽ അല്ലെങ്കിൽ ഭൂമിയിൽ കാണപ്പെടുന്ന ജലസ്രോതസ്സിൽ 65% അല്ലെങ്കിൽ എന്താ ഉപ്പുവെള്ളമാണ്. ആ ഉപ്പുവെള്ളം ഡെസ്റ്റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ സൂര്യൻ്റെ ഈ പ്രക്രിയയിൽ ആ ഉപ്പുവെള്ളം മാറി ശുദ്ധവെള്ളമായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ ഭഗവാനെ, സൂര്യനാരായണമൂർത്തിനെ നമിക്കണ്ടേ? നമ്മൾ ചെയ്യണില്ലല്ലോ. അതൊരു അപരാധമല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഋതു കഴിഞ്ഞിരിക്കുന്ന സമയത്തിലും എന്നിൽ എല്ലാ ദിക്കിലും ഇരിക്കത്തക്ക വിധം എന്നെ സമപ്രദേശമാക്കി ചെയ്താലും, അതാണ് വില്ലുകൊണ്ട് പൊന്തി നിൽക്കുന്ന കുന്നുകളേനൊക്കെ തട്ടി പ്ലേറ്റ്സ്, PLATUS എന്ന പ്ലേറ്റ്സ് എന്ന് പറയും. അതായത് സമതലാക്കുക, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങയ്ക്ക് മംഗളം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? അന്നപ്രാപ്തിക്ക് ഉപകരിക്കുന്ന മറ്റൊരു കാര്യം കൂടെ അങ്ങ് ചെയ്യണം. അതെന്തെന്നാൽ ഉയർന്നും താണും ഇരിക്കുന്ന സ്ഥലവിഭാഗത്തോടു കൂടിയ എൻ്റെ ഉപരിഭാഗത്തെ സമനിരപ്പാക്കി തീർക്കണം. ദേവേന്ദ്രൻ വർഷത്തൂവിൽ വർഷിക്കുന്ന ജലം ആ ഋതു കഴിഞ്ഞാലും എന്നിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ വ്യാപിച്ചിരുന്നാൽ മാത്രമേ കൃഷ്യാദി അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണത്. ഏതാ? 361 കൃഷി. സമനിരപ്പാകാതെ ഇരുന്നാൽ താണഭാഗത്ത് വെള്ളം നിൽക്കും, ഉയർന്ന ഭാഗത്തിലുണ്ടാകില്ല. അപ്പോൾ കൃഷിക്ക് സൗകര്യം കുറയും. അതിനാൽ സമനിരപ്പാക്കുകയും വേണം. എന്നാൽ പ്രജാപരിപാലനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന അങ്ങയ്ക്ക് മംഗളം ഭവിക്കും. പ്രഭുവായ അങ്ങയ്ക്ക് അതിന് സാമർഥ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃഷിക്ക് വേണ്ട ജലസ്രോതസ്സുകളും ഭൂമിയൊക്കെ പരിപാകപ്പെടുത്തേണ്ടത് രാജാവിൻ്റെ കടമയാണ്. ആരാണ് ഭരിക്കുന്നത് അവരുടെ കടമയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മുടെ പൂർവികരൊക്കെ കൃഷിയിൽ താല്പര്യമുള്ള ആൾക്കാരായിരുന്നു. അതിൽ നിന്ന് വിരമിച്ചു ചൂതുകളിയും കള്ളുകൂടിയും തുടങ്ങിയപ്പോൾ അതൊക്കെ ബന്ധാവും ചെയ്തു. അതന്നെ ഉണ്ടായത്. ഇനി 12ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഇതി പ്രിയം ഹിതം വാക്യം ഭുവ ആദായ ഭൂപതി വത്സം കൃത്വാ മനും പ്രാണാവതുഹത് സകലൗഷധി. അപ്പോൾ അതിനർത്ഥം ഇപ്രകാരം സന്തോഷജനകവും ഇഷ്ടസാധകവുമായ ഭൂമിയുടെ വാക്യത്തെ രാജാവ് സ്വീകരിച്ചിട്ട് മനുവിനെ വത്സനാക്കി കൽപ്പിച്ചിട്ട്, ആദ്യം മനുവിനെ വത്സനാക്കി കൽപ്പിച്ചിട്ട് കയ്യാകുന്ന പാത്രത്തിൽ എല്ലാ ധാന്യങ്ങളെയും കറന്നു. അപ്പോൾ പാത്രമായി, കറക്കാനുള്ള ആളായി, എന്തിനെ കറക്കണു അതുമായി എല്ലാ ധാന്യങ്ങളും. ഇനി അതിൻ്റെ ഭാവാർത്ഥം
സന്തോഷത്തെ ജനിപ്പിക്കുന്നതും ഇച്ഛിച്ച കാര്യത്തെ സാധിപ്പിക്കുവാനുള്ള ഉപായത്തെ ഉപദേശിക്കുന്നതുമായ ഭൂമിദേവിയുടെ വാക്യത്തെ രാജാവ് സ്വീകരിച്ചു. ഭൂപരിപാലനത്തിന് അധികാരികളിൽ വെച്ച് മുഖ്യനായിരിക്കുന്ന സ്വയംഭൂമനുവിനെ കുട്ടിയാക്കി നിശ്ചയിച്ചിട്ട് പൃഥു തൻ്റെ കൈയാകുന്ന പാത്രത്തിൽ നെല്ല്, യവം മുതലായ സകല ധാന്യബീജങ്ങളെയും കറന്നെടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഇൻ ടോട്ടാലിറ്റിയിൽ രാജാവ് ലീഡറായിട്ട് നയിക്കണം എല്ലാറ്റിനും. ഇനി 13 യഥാപരേച സർവത്ര സാരം ആദത്തതേ ബുധാ തതോ അന്യേ ച യഥാകാമം ദുദുഹു പൃഥുഭാവിതാം. അത് അപ്രകാരം അന്യന്മാരായ വിദ്വാൻമാരും എല്ലാറ്റിൽ നിന്നും സാരത്തെ സ്വീകരിക്കുന്നു. എല്ലാറ്റിൽ നിന്നും സാരത്തെ, എസൻസ് സ്വീകരിക്കുന്നു. അനന്തരം അന്യന്മാരും പൃഥുവിനാൽ സ്വാധീനമാക്കപ്പെട്ട ഭൂമിയെ, അതായത് ഭൂമിനെ എന്ന് പറഞ്ഞാൽ ഭൂമിയെ ആഗ്രഹാനുസരണം കറന്നുന്ന അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. ഭൂമിദേവിയുടെ വാക്കിൽ അടങ്ങിയ സാരാംശത്തെ പൃഥു സ്വീകരിച്ചതുപോലെ അറിവുള്ള ജനങ്ങളെല്ലാവരും എല്ലാറ്റിൽ നിന്നും സാരത്തെ മാത്രം സ്വീകരിക്കുന്നു. ഇഷ്ടസാധനങ്ങളെ പൃഥു കറന്നെടുത്തതിൽ പിന്നെ മറ്റുള്ളവരും അവരുടെ സംഘത്തിന് ആവശ്യമുള്ള സാധനങ്ങളെ ഇഷ്ടം പോലെ കറന്നെടുത്തു. പൃഥുവിനാൽ വശീകരിക്കപ്പെട്ട ഗോരൂപിണിയായ ഭൂമിദേവി മറ്റുള്ളവരുടെയും ഇഷ്ടവസ്തുക്കളെ അവർക്ക് കൊടുക്കുന്നതിലും സന്തുഷ്ടയായിരുന്നു. അതായത് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ഈ ഭൂമിയിൽ നിന്ന് കിട്ടും. പക്ഷേ ഭൂമിദേവീനെ ബഹുമാനിക്കണം, രാജാവിനെയും ഈശ്വരനെയും സന്തോഷപ്പെടുത്തണം. അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.